ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന വെബ് അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ന്യൂ ഏജ് സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻസ് കൂടുതലായും ഡിഫറെൻറ്റ് ഫങ്ഷണൽ മോഡ്യൂൾ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ബിൽഡ് ചെയ്തിട്ട് അതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇൻ്റർഫേസസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരുപാട് സിനാരിയോസ് നമുക്ക് കാണാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു HRM മോഡ്യൂൾ, അതായത് HR ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് മോഡ്യൂൾ ബിൽഡ് ചെയ്യുന്നു. അതിനകത്തൊരു സ്റ്റാഫിൻ്റെയും എംപ്ലോയീസിൻ്റെ കമ്പനികളുടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യാനും അവരുടെ ആക്ടിവിറ്റീസ്, പെർഫോമൻസ് അല്ലെങ്കിൽ ലീവ്, സാലറി എന്നിവയൊക്കെ ജനറേറ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന HRM മോഡ്യൂൾ ചെയ്തു. അത് ഏത് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, സ്റ്റാൻഡ് ലോൺ ആപ്ലിക്കേഷൻ ആവാം, വെബ് ആപ്ലിക്കേഷനിലാവാം. അപ്പോൾ നമുക്ക് മറ്റൊരു റിക്വയർമെൻറ്റ് വരുന്നു. അതായത് ഓരോ എംപ്ലോയീസിനും ഒരു ആപ്പിലൂടെ അവരുടെ ലീവ് കാണുക, അവർക്ക് ലീവ് അപ്ലൈ ചെയ്യാൻ പറ്റുക, അറ്റൻഡൻസ് സ്റ്റാറ്റസ് കാണുക, എത്ര ലീവ്സ് അവൈലബിൾ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ കിട്ടാൻ നമ്മൾ മറ്റൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ് ആപ്പ് നമ്മൾ ബിൽഡ് ചെയ്യുന്നു. ഫോർ ആൻഡ്രോയിഡ് ഓർ ഐഫോൺ റിലേറ്റഡ് ആപ്പ് നമ്മൾ ബിൽഡ് ചെയ്യുന്നു, iOS ആപ്പ് ബിൽഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് തമ്മിൽ കണക്ട് ചെയ്യാനാണ് നമ്മൾ ഇൻ്റർഫേസസ് യൂസ് ചെയ്യുന്നത്. ഇന്ന് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ ഒരുപാട് ടൈപ്സ് ഓഫ് ഇൻ്റർഫേസിങ്, ഡേറ്റ എക്സ്ചേഞ്ച് ടേബിൾസ്, നമുക്ക് ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് API എന്ന് പറയുന്നത്, അതായത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ്. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സൂക്ഷ്മമായി എന്താണ് ഈ APIs, എന്താണ് REST API, RESTful API, എങ്ങനെയാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ ഡിസൈൻ പ്രിൻസിപ്പിൾ എന്നുള്ളതൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദിസ് ഈസ് അനീഷ് കുമാർ ആൻഡ് വെൽക്കം ടു എംപവർ. അപ്പോൾ എന്താണ് API, അതായത് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ്? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമുക്കൊരു ആപ്ലിക്കേഷൻ ഇവിടെയുണ്ട്, മറ്റൊരു ആപ്ലിക്കേഷൻ ഇവിടെയുണ്ട്. ഇത് തമ്മിൽ കണക്ട് ചെയ്യാനുള്ള സെറ്റ് ഓഫ് റൂൾസ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ടൂളാണ് API എന്ന് പറയാം. എങ്ങനെയാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ഈ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഡിവൈസസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്ന് ഡിഫൈൻ ചെയ്യുന്ന റൂൾസ് അതിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇതിനെ നമുക്കൊരു മെസ്സഞ്ചർ പോലെ പറയാം. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു റിക്വസ്റ്റ് വേണം, ഞാനൊരു മെസ്സഞ്ചർ പോലെ ഒരു സെർവറിന് കൊടുക്കുന്നു, അതിൽ നിന്ന് എനിക്ക് വേണ്ട ഇൻഫർമേഷൻ കിട്ടുന്നു, ഗിവ് ബാക്ക് ടു ദ ക്ലയൻറ്റ്. ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് പ്ലാറ്റ്ഫോം പോലെ നമുക്കിതിനെ കമ്പയർ ചെയ്യാം. അപ്പോൾ ഒരുപാട് APIs, ടൈപ്സ് ഓഫ് APIs ഇന്ന് അവൈലബിൾ ആണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞത് REST API. എന്താണ് REST API? An API which conforms to the design principles of REST is called REST API. എന്താണ് REST? Representational State Transfer എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് REST എന്ന് പറയുന്നത്. റെപ്രസെൻറ്റേഷൻ്റെ RE, സ്റ്റേറ്റിൻ്റെ S ആൻഡ് ട്രാൻസ്ഫറിൻ്റെ T, അത് കൂടിയിട്ടാണ് REST API എന്ന് പറയുന്നത്. ദിസ് ഈസ് നത്തിങ് ബട്ട്, ഇതൊരു കോംപ്ലിക്കേഷൻ അല്ല. ഈ APIയിൽ ഇങ്ങനൊരു ഡിസൈൻ പ്രിൻസിപ്പിൾ ഉണ്ട്, ഇന്ന് ഇതിലൂടെയാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. REST API ഇത്രയും പോപ്പുലർ ആവാൻ കാരണം നമ്മൾ നേരത്തെ യൂസ് ചെയ്തിരുന്ന SOAP എന്ന് പറയുന്ന API ഫോർമാറ്റ്സ്, അതൊക്കെ വളരെ ഡെവലപ്പേഴ്സിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊടുത്തിരുന്നു. ഡെഫിനറ്റ്ലി ദേ ആർ ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ്, പക്ഷേ അതൊരു XML ബേസ്ഡ് സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ഡിസൈൻ റെസ്ട്രിക്ഷൻസ് ഒരുപാടുണ്ടായിരുന്നു. ടെക്നോളജി കമ്പാറ്റബിലിറ്റി, ഡിഫറെൻറ്റ് ഫോർമാറ്റ് സപ്പോർട്ട് ഇല്ലാത്തത്. അപ്പോൾ ഈ REST APIയിലൂടെ നമുക്കിതെല്ലാം എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. അതായത് ഏത് തരത്തിലുള്ള ആപ്ലിക്കേഷൻ, നിങ്ങൾ വിഷ്വൽ ബേസിക്കിൽ ഒരു ആപ്ലിക്കേഷൻ ചെയ്തു, വെബിൽ നമ്മൾ മറ്റൊരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് REST API യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഫോർ ദ ഡെവലപ്പേഴ്സ് ഇൻ ദ ഫോർമാറ്റ്. HTTPയിലൂടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ജേസൺ നിങ്ങൾക്കറിയാം, ഏത് ഡെവലപ്മെൻറ്റ് പ്ലാറ്റ്ഫോമിലും അത് വർക്ക് ചെയ്യും. ജേസൺ സ്ക്രിപ്റ്റിംഗ്, അതുപോലെ തന്നെ ഈവൻ നോർമൽ ടെക്സ്റ്റ് ഫോർമാറ്റ്, HTTP, HTML ഫോർമാറ്റ്, ഇങ്ങനെയുള്ള പല ഫോർമാറ്റ്സും സപ്പോർട്ട് ചെയ്യുന്ന ഒരു API തന്നെയാണ് REST API. അപ്പോൾ REST APIയുടെ ഡിസൈൻ പ്രിൻസിപ്പിൾസ് നോക്കുമ്പോൾ ഫസ്റ്റ് വൺ ഈസ് യൂണിഫോം ഇൻ്റർഫേസ്. എന്താണ് യൂണിഫോം ഇൻ്റർഫേസ്? നമുക്കറിയാം, നമ്മൾ ഇൻ്റർനെറ്റിൽ എല്ലാവരും വളരെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇൻ്റർനെറ്റിൽ നമുക്കൊരു ന്യൂസ് പേപ്പർ റീഡ് ചെയ്യാനും അതുപോലെ തന്നെ ഓൺലൈൻ ബാങ്കിങ്ങിന് വരെ നമ്മൾ HTTP
അവിടെ അഡ്രസ്സ് അടിച്ചാൽ മതി. സെയിം ഇൻ്റർഫേസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെയാണ് APIs, REST APIസിൽ ഡിഫറെൻറ്റ് ടെക്നോളജി ആണെങ്കിലും സെയിം ഇൻ്റർഫേസ് വെച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് തന്നെയാണ് ഈ REST APIയുടെ ഏറ്റവും. അതുകൊണ്ടാണ് യൂണിഫോം ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അതായത് ദിസ് എൻഷ്യൂർസ് സ്റ്റാൻഡേർഡൈസ്ഡ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ HTTPയിലൂടെ നിങ്ങൾക്കറിയാം CRUD എന്ന് പറയും, ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്. ഈ ആക്ഷൻസ് ഒരു HTTP ഫോർമാറ്റിലൂടെ നമുക്ക് സെൻഡ് ചെയ്തിട്ട് ഏത് ടൈപ്പ് ഓഫ് സെർവറിലേക്കും സെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇൻഫർമേഷൻ ക്ലയൻറ്റിന് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്നത് കൊണ്ട് തന്നെയാണ് ഇതിന് യൂണിഫോം ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇൻ്റർഫേസ് ഒരു ഫീച്ചർ, ഒരു ഡിസൈൻ പ്രിൻസിപ്പിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡിസൈൻ പ്രിൻസിപ്പിളാണ് ക്ലയൻറ്റ് സെർവർ ഡീകപ്ലിംഗ്. നമുക്കറിയാം ക്ലയൻറ്റ് സെർവറിലൂടെയാണ് നമ്മൾ സാധാരണ നമുക്കൊരു ക്ലയൻറ്റിൽ നിന്ന് സെർവർ ആക്സസ് വേണമെങ്കിൽ, സെർവർ റിസോഴ്സ് വേണമെങ്കിൽ നമുക്ക് നേരിട്ട് ഡാറ്റാബേസായിട്ട് കണക്ട് ചെയ്യാം. പക്ഷേ അതൊക്കെ ആ സെർവറായിട്ടുള്ള കപ്ലിംഗ് അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സെർവറിൻ്റെ സ്റ്റേറ്റുമായിട്ട് വളരെ കണക്റ്റഡ് ആണത്. ക്ലയൻറ്റ് സെർവർ ഡീകപ്ലിംഗ് എന്ന് പറഞ്ഞാൽ അതുമായിട്ടൊരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ സെർവറിൻ്റെ സ്റ്റേറ്റുമായിട്ട് ഇതിനൊരു കണക്ഷനും ഇല്ല. അതായത് HTTPയിലൂടെ നമുക്ക് URI, യൂണിഫോം റിസോഴ്സ് ഐഡൻറ്റിഫയർ, URL എന്ന് പറയുമ്പോൾ നമ്മൾ HTTP ഡൊമൈൻ നെയിം ആയിരിക്കും. പക്ഷേ URI എന്ന് പറയുമ്പോൾ അതിനകത്ത് പോർട്ടും അതിൽ കുറെ കൂടെ റിക്വസ്റ്റ് നിങ്ങൾ കാണാം. ചില നമ്മുടെ വെബ് അഡ്രസ്സിൽ $, ദിസ് പോർട്ട് അഡ്രസ് എന്നൊക്കെയാണ്. അതിനാണ് URI എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് സെർവറായിട്ട് കണക്ട് ചെയ്ത് ഏത് ടൈപ്പ് ഓഫ് സെർവർ ആണെങ്കിലും സെർവറായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് REST APIയിൽ എംബഡഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമുക്ക് സെർവർ ക്ലയൻറ്റ് ഡീകപ്ലിംഗ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ഡിസൈൻ പ്രിൻസിപ്പിളാണ് സ്റ്റേറ്റ്ലെസ്നെസ്. അതായത് സാധാരണ നമുക്കറിയാം സെർവറായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ സെർവറിൻ്റെ ലോഡ് ഒരുപാട്, അതായത് നമ്മൾ ഓരോ കണക്ഷൻ ചെയ്യുമ്പോൾ ഒരു സെർവർ സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് സാധാരണ ക്ലയൻറ്റിന് ഇൻഫർമേഷൻ കൊടുക്കാറ്. APIൻ്റെ കേസിൽ സെർവർ സൈഡിൽ നിന്ന് ഒരു സെഷനും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ക്ലയൻറ്റിലെ റിക്വസ്റ്റിലൂടെ ക്ലയൻറ്റ് നമുക്ക് സെർവർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ സെർവർ സൈഡ് സെഷൻസ് ആക്റ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം APIs സെർവറിന് ഹിറ്റ് ചെയ്താലും സെർവറിൻ്റെ പെർഫോമൻസ് കുറയുന്നില്ല. അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ്ലെസ്നെസ് എന്ന് പറയുന്നത്. അടുത്ത ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസൈൻ പ്രിൻസിപ്പിളാണ് കാഷബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സെർവർ ക്യാഷ് അല്ലെങ്കിൽ ക്ലയൻറ്റ് സൈഡ് ക്യാഷ് നമ്മൾ ഇനേബിൾ ചെയ്യുമ്പോൾ പെർഫോമൻസ് കൂട്ടാൻ നമുക്കത് വളരെയധികം പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ കാഷിംഗ് മെക്കാനിസം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതും ഇതിൻ്റെ ഒരു ഫീച്ചർ തന്നെയാണ്. മറ്റൊരു ഡിസൈൻ പ്രിൻസിപ്പിളാണ് ലേയേർഡ് സിസ്റ്റം ആർക്കിടെക്ചർ. അതായത് പലതരത്തിലുള്ള ലേയേഴ്സ് ഇതിലാവാം. നമ്മൾ വിചാരിക്കും നമ്മൾ ക്ലയൻറ്റും സെർവറും 2 ലേയേഴ്സാണ്. ക്ലയൻറ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സെർവർ സൈഡ് ആൻഡ് ഗെറ്റ് ദ ഇൻഫർമേഷൻ. നോ, sometimes APIs will be in server A, data will be on server B, authentication happens in server C. അപ്പോൾ അങ്ങനെയുള്ള, പക്ഷേ ക്ലയൻസിന് അറിയില്ല നമ്മൾ ഏത് ഇൻ്റർഫേസിലൂടെയാണ് സെർവറിനെ. അങ്ങനെയുള്ള ലേയേഴ്സ് വരുമ്പോൾ നമുക്ക് ഒരുപാട് സെക്യൂരിറ്റി എൻഹാൻസ്മെൻറ്റ്സ് ചെയ്യാം. ഓത്തൻറ്റിക്കേഷൻ വേറൊരു സെർവർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മിഡിൽ ലെയർ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത്രയും ഡിസൈൻ പ്രിൻസിപ്പിൾ നമുക്ക് REST APIയിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ REST APIs വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്കൊരു എക്സാമ്പിളൂടെ പറയാം. ഫോർ എക്സാമ്പിൾ നേരത്തെ നമ്മൾ HRM സൊല്യൂഷനെ പറ്റി പറഞ്ഞു. HRMൽ എംപ്ലോയി റെക്കോർഡ്സും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട്. ആൻഡ് ഇൻ എൻ ആപ്പ് വി ഗിവ് an interface to the employees that you can get some information from the server through an API. REST API ആണ് അവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു ക്ലയൻറ്റ് സൈഡിൽ നമ്മളൊരു REST API ബിൽഡ് ചെയ്യുന്നു. അവിടെ HTTP ട്രാൻസാക്ഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അവിടെ CRUD എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ് എന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മളൊരു JSON സ്ക്രിപ്റ്റിലൂടെയാണ് നമുക്ക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ക്രിയേറ്റ്, ഫോർ എക്സാമ്പിൾ നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ അവിടെ കൊടുക്കണം. അപ്ലൈ ഫോർ എ ലീവ്, ദാറ്റ് മീൻസ് യു ആർ ക്രിയേറ്റിംഗ് എ ഇൻഫർമേഷൻ ദെയർ ബിക്കോസ് യു ആർ സെൻഡിങ് എൻ ഇൻഫർമേഷൻ ടു ദ സെർവർ. അപ്പോൾ അവിടെ നമ്മൾ പോസ്റ്റ് എന്ന കമാൻഡ് അവിടെ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ റീഡ് ചെയ്യുകയാണ്. എനിക്ക് ഐ വാണ്ട് ടു റീഡ് ഓൾ മൈ അറ്റൻഡൻസ് സ്റ്റാറ്റസ്. അത് നമ്മൾ ഗെറ്റ് എന്ന മെസ്സേജിലൂടെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഐ വാണ്ട് ടു അപ്ഡേറ്റ് സംതിങ് അഗെയിൻസ്റ്റ് മൈ അഡ്രസ് ഈസ് ചേഞ്ച്ഡ്.
ദാറ്റ് മീൻസ് ഐ എം അപ്ഡേറ്റിംഗ് സംതിങ് വിച്ച് ഈസ് എക്സിസ്റ്റിംഗ്. ദാറ്റ് മീൻസ് എൻ്റെ എംപ്ലോയി കോഡും എല്ലാം സെയിം ആണ്, പക്ഷേ ഐ ഹവ് ചേഞ്ച് ഫ്രം ലൊക്കേഷൻ എ ടു ബി. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പുട്ട് എന്ന കമാൻഡ് അവിടെ യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കമാൻഡ്സിലൂടെ ആണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കമാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ APIs വർക്ക് ചെയ്യുന്നത്. ഗിവൺ ദ എക്സാമ്പിൾ വാട്ട് വി ഡിസ്കസ്ഡ് ഏർലിയർ. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരുപാട് സെക്യൂരിറ്റി മെക്കാനിസം, ഒത്തൻറ്റിക്കേഷൻ ടൂൾസ് ആർ അവൈലബിൾ ടു എൻഷുർ ദ സെക്യൂരിറ്റി. ബിക്കോസ് നമ്മൾ ഡാറ്റ ട്രാൻസിറ്റിലൊക്കെ ഒരുപാട് വൾണറബിലിറ്റീസ് വരാം. അതിനെയൊക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടി ഒത്തൻറ്റിക്കേഷൻ, ഇതുപോലുള്ള HTTPS സർട്ടിഫിക്കേഷൻ, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് എംബഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് API, എന്താണ് REST API. ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യമാണ്. ഹൈ ലെവലായിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു സൂൺ.